ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. നിങ്ങൾ പറയുന്ന പോലെ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും അല്ലേ? ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. ബ്രഹ്മമന്ത്രം എന്ന് പറയുന്ന മാന്ത്രിക നോവലിൻ്റെ 16-ാമത്തെ അധ്യായത്തിലാണ് നമ്മളിന്ന് എത്തി നിൽക്കുന്നത്. നമ്മുടെ സ്റ്റോറി ഏകദേശം തീരാൻ ആയിക്കൊണ്ടിരിക്കുന്നു. ചുരുങ്ങിയ അധ്യായങ്ങൾ മാത്രമേ ഇനി ബാക്കിയുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ? ബ്രഹ്മമന്ത്രം അധ്യായം 16, മാന്ത്രിക നോവൽ തുടർച്ച. എടാ, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. നരനാരായണൻ ചാടി എഴുന്നേറ്റു. ഒരിക്കൽ കൂടി മന്ത്രം ചെല്ലാൻ ശ്രമിച്ച് പരാജയപ്പെടുകയും ചെയ്തു. അറിയില്ലടാ കിഴവ, എനിക്ക് തന്നെ. താൻ തന്നെ പറ, ആരാണ് താൻ? ചോദ്യവും കാൽമുട്ടുമടക്കി അടിവയറ്റിലിടിയും ഒപ്പം കഴിഞ്ഞു. നിലവിളിച്ചു പോയി നാരായണൻ. ആ കാഴ്ച കാണാനുള്ള കരുത്തില്ലാതെ മാതൃയും തറവാട്ടിൽ ബാക്കിയുണ്ടായിരുന്നവരും വാതിലിനു പിന്നിൽ അകന്നു മാറി. SP കനകരാജ് നരനാരായണനെ വലിച്ച് പുറത്തേക്കെറിഞ്ഞു. ടേക്കിം. SI റസാക്ക് അയാളെ പിടിച്ചുയർത്തി ഇരു കവിളിലും കാതടക്കം ചേർത്തൊന്ന് പൊട്ടിച്ചു. പ്രപഞ്ചം തനിക്ക് ചുറ്റും കറങ്ങുന്ന അനുഭവം. ഞങ്ങളുടെ സർക്കിൾ സാറിനെ കൊന്നിട്ടിവിടെ വാഴാമെന്ന് നീ കരുതി അല്ലടാ കേട്ട് റാസ്കൽ. അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് റസാക്ക് പോലീസുകാരുടെ നേരെ തള്ളി. രോക്ഷം കൊണ്ട് നിൽക്കുകയായിരുന്നു അവരും. 1-2 വീതം കൊടുത്തു. അയാളെ വാനിലേക്ക് വലിച്ചിഴച്ചു. പിന്നെ വാനിനുള്ളിൽ നിന്നും ഹൃദയം പിളരുന്ന നിലവിളിയും ഇടിയുടെ ശബ്ദവും മാത്രമേ കേട്ടുള്ളൂ. അപ്പോഴേക്കും ആംബുലൻസ് എത്തി. സിയയുടെ മൃതദേഹം അതിൽ കയറ്റി. തറവാട്ടിൽ മാതൃ ഉൾപ്പെടെയുള്ള എല്ലാവരും SP മുന്നിൽ ചോദ്യം ചെയ്യാമെന്നെത്തപ്പെട്ടു. നരനാരായണൻ്റെ 2ാം ജന്മത്തെക്കുറിച്ച് അവർക്കൊന്നും വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ വീണ്ടും വരും എന്ന് പറഞ്ഞിട്ടാണ് SP കാറിൽ കയറിയത്. പോലീസ് വ്യൂഹം CIയുടെ മൃതദേഹവും അറസ്റ്റ് ചെയ്ത നരനാരായണനുമായി മടങ്ങി. മാധ്യമപ്രവർത്തകരും. വീഡിയോ കാസറ്റിൻ്റെ ഒരു കോപ്പി തനിക്ക് അത്യാവശ്യമായി തരണമെന്ന് അയാൾ പത്രക്കാരോട് പറഞ്ഞിരുന്നു. മരിച്ചുപോയ ജയകൃഷ്ണൻ്റെ രൂപം ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പോൾ നരനാരായണന് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയണമല്ലോ. ഗ്രാമവീഥികളിലൂടെ പൊടിപടലങ്ങൾ ഉയർത്തി പോലീസ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യഭാവത്തിൽ ആളുകൾ തുറച്ചു നോക്കി നിന്നു. എല്ലാം കണ്ടും അറിഞ്ഞും അങ്ങകലെ ഗുഹയിലിരുന്ന് പുഞ്ചിരിക്കുകയായിരുന്നു ബ്രഹ്മദത്തൻ. സംതൃപ്തിയുടെ പുഞ്ചിരി. തൻ്റെ മാന്ത്രിക പ്രയോഗമാണ് പോലീസിനെ തുണച്ചത്. നരനാരായണനെ പോലെയുള്ള ഒരു മഹാമാന്ത്രികനിൽ തൻ്റെ കർമ്മങ്ങൾ ഏൽക്കുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു. ഭാഗ്യം തൻ്റെ കൂടെ ആയതിനാലാണ് ഒക്കെ തൻ്റെ ഇംഗിതം പോലെ നടന്നത്. ഇത്തരമൊരു ബന്ധനം തനിക്ക് അപ്പോൾ ഉണ്ടാകുമെന്ന് അഹങ്കാരം കൊണ്ട് മതിമറന്ന നരനാരായണനും ഒരിക്കലും കരുതിയിരുന്നില്ല. എന്തായാലും അത്ര വേഗത്തിൽ അയാൾക്ക് പോലീസിൻ്റെ പിടിയിൽ നിന്ന് മോചിതനാകാൻ കഴിയില്ല. പക്ഷേ ഒരു ദിവസം താൻ തന്നെ അയാളെ രക്ഷപ്പെടുത്തും. അതിനു മുമ്പ് പോലീസിനെ കൊണ്ട് തനിക്ക് മറ്റു ചിലത് കൂടി ചെയ്യിക്കുവാനുണ്ട്. ബ്രഹ്മദത്തൻ എഴുന്നേറ്റു. CIയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നരനാരായണനെ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് SI റസാക്ക് സെല്ല് പൊട്ടി. മഹാമാന്ത്രികനല്ലേ നീ? അവിടെ കിടന്നതിൻ്റെ മാന്ത്രിക വിദ്യ ഒന്നെടുത്തേ, ഞങ്ങളൊന്ന് കാണട്ടെ. പിന്നെ നിനക്കറിയാത്ത ചില വിദ്യകളും ഉണ്ട്. ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പഠിപ്പിക്കാം. കൊന്നിരിക്കുന്നത് സർക്കിൾ ഇൻസ്പെക്ടറെയാണ്. പോലീസുകാർ വെറുതെ ഇരിക്കുമോ? തനിക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? ചിന്തിക്കുകയായിരുന്നു നരനാരായണൻ. ശരീരം മനക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇടിച്ചു നുറുക്കിയിരിക്കുകയാണ് പോലീസുകാർ. നെറ്റിയും ചുണ്ടുമൊക്കെ പൊട്ടി ചോര കിനിയുന്നുണ്ട് ഇപ്പോഴും. എങ്കിലും ശരീരത്തിന് വേദനയല്ല, മനസ്സിൻ്റെ വേദനയാണ് നരനാരായണൻ തിരിച്ചറിഞ്ഞത്. ഒരു മന്ത്രം പോലും ഓർക്കാൻ തനിക്ക് കഴിയാത്തതെന്ത്? അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ പോലീസുകാരോ ഇരുമ്പഴിയോ ഒന്നും തനിക്കൊരിക്കലും പ്രശ്നമാവില്ല. അന്ന് TV-യിൽ CIയുടെ കൊലപാതകത്തിനും നരനാരായണനുമായിരുന്നു പ്രാധാന്യം. അയാളെ നേരിൽ കാണുമ്പോഴും ക്യാമറ കണ്ണിലൂടെ കാണുമ്പോഴുമുള്ള വ്യത്യാസങ്ങളെക്കുറിച്ച് വാർത്തയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. പലർക്കും അത് അത്ഭുതത്തിന് വക നൽകി. എന്നാൽ നരനാരായണൻ ദിവ്യനാണെന്ന് ഒരു കൂട്ടം ആളുകൾ വാദിച്ചു. CIയുടെ ശവമടക്കു കഴിഞ്ഞു. SP കനകരാജ് പത്രക്കാർ കൊടുത്ത വീഡിയോ കാസറ്റ് പലതവണ TV-യിൽ കണ്ടു. ഒന്നുകിൽ നരനാരായണൻ മജീഷ്യനാണ്, അല്ലെങ്കിൽ ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കഴിവുകളുള്ള ഒരു കൊലപാതകി. SP അങ്ങനെയാണ് കരുതിയത്. കാരണം മന്ത്രതന്ത്രങ്ങളിലൊന്നും അയാൾക്ക് യാതൊരു വിശ്വാസവും അനുഭവവും ഉണ്ടായിരുന്നില്ല. IG-യുമായി ഇക്കാര്യം ഫോണിൽ സംസാരിച്ചിട്ട് SP ഒരു കാര്യം തീരുമാനിച്ചു. നരനാരായണനെ ചോദ്യം ചെയ്തിട്ട്
ജയകൃഷ്ണനെ അടക്കം ചെയ്ത ഭാഗം ഒന്നുകൂടി കുഴിക്കുക. രാത്രി SP പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ റസാഖിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഇഞ്ചനാറ് കണക്കെ നരനാരനെ ചതച്ചു കഴിഞ്ഞിരുന്നു. അയാളുടെ കൺപോളകളും മുഖത്തുമൊക്കെ നീര് വന്ന് വീർത്തിരുന്നു. എന്തെങ്കിലും വിവരം കിട്ടിയോ? തൻ്റെ മുന്നിൽ അറ്റൻഷനായി നിൽക്കുന്ന റസാഖിനോട് SP തിരക്കി. നോ സാർ, എന്തു ചോദിച്ചാലും പോലീസിനെ തെറിവിളിക്കുന്നതല്ലാതെ അയാൾ ഒരക്ഷരം വിട്ടുപറയുന്നില്ല സാർ. SP കടുപ്പിച്ചൊന്ന് മൂളിക്കൊണ്ട് നരനാരായണൻ്റെ മുന്നിലെത്തി. എന്നാൽ അടിയേറ്റ് കൊഴിഞ്ഞിരിക്കുന്ന അയാളുടെ മുഖം കണ്ടപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ തോന്നിയില്ല. സാരല്ല റസാഖെ, നമ്മൾ തന്നെ എല്ലാം കണ്ടുപിടിക്കും. നാളെ രാവിലെ തയ്യാറായി നിന്നോളൂ. സർ. SP പോയി. നരനാരായണൻ വീണ്ടും സെല്ലിലായി. ഒരിക്കൽ ബ്രഹ്മദത്തനെ തൻ്റെ നിർദ്ദേശപ്രകാരം ഇതുപോലെ പോലീസ് തല്ലിച്ചതച്ചത് അയാൾ ഓർത്തു. പിറ്റേന്ന് രാവിലെ 9 മണിയായപ്പോൾ SP കനകരാജ് എത്തി. ഒരു ജീപ്പിൽ SIയും പോലീസുകാരും കയറി. SPയുടെ കാറിന് പിന്നാലെ അത് പോയി. ചെറുകുന്നത്തെ തറവാട്ടിലാണ് യാത്ര അവസാനിച്ചത്. മാധുരിയും മറ്റും ഇറങ്ങി വന്നു. എന്തിയാ സാറേ ഇവിടുന്ന് കൊണ്ടുപോയ ആള്? മാധുരി വിലപിച്ചു. ഞങ്ങൾ അയാളെ അവിടെ നിന്ന് പൂജിച്ചുകൊണ്ടിരിക്കുകയല്ലേ. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ എല്ലാത്തിനെയും അതുപോലെ കൊണ്ടുപോകും. SP കണ്ണൂരിട്ടി. അനിരുദ്ധനെ കണ്ട് SP കൈയാട്ടി വിളിച്ചു. ഇങ്ങ് വാടാ. അനിരുദ്ധൻ ഇറങ്ങി വന്നു. നീ ആരാ? ഇവിടുത്തെ മരുമകൻ. എവിടെയാണ് നിന്റെ ജയകൃഷ്ണനെ കുഴിച്ചു മൂടിയത്? അധ്യായം 31. അനിരുദ്ധൻ തെക്കോട്ട് കൈചൂണ്ടി. ഒരു തൂമ്പയെടുത്തോണ്ട് നീയും വാടാ. അനുസരിക്കുകയെ നിവൃത്തിയുള്ളായിരുന്നു അനിരുദ്ധന്. താൻ കെൽട്രോണിൽ 5 അക്കം പറ്റുന്ന ഉദ്യോഗസ്ഥനായിരുന്നു എന്നൊന്നും ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസിൻ്റെ പുതിയ നീക്കം എന്തെന്നറിയാതെ മാധുരിയും മക്കളും മരുമകളും അന്തിച്ചു നിന്നു. അനിരുദ്ധനുമായ ജയകൃഷ്ണൻ്റെ കുഴിമാടത്തിനരികിലെത്തിയ SP പറഞ്ഞു. കുഴിമാന്ത്ര, ശവം പുറത്തെടുക്കണം. അനിരുദ്ധൻ ഒന്ന് മടിച്ചു നിന്നു. എടാ മാന്താൻ. അനിരുദ്ധൻ മുണ്ട് മടക്കി കുത്തി കുഴിമാന്താൻ തുടങ്ങി. ആ കാഴ്ച കണ്ട് ഗ്രാമീണരിൽ ചിലരും അവിടേക്ക് മടിച്ചു കടന്നു വന്നു. പോലീസ് അവരെ ചിലരെ കൂടി ഈ കാര്യത്തിന് ഉപയോഗിച്ചു. 1 മണിക്കൂർ കൊണ്ട് കുഴിയിലെ മണ്ണ് മുഴുവൻ നീക്കി. ശവപ്പെട്ടി കണ്ടു. പക്ഷെ അതിൽ നിന്നും ദുർഗന്ധം വരാഞ്ഞപ്പോൾ SP ഞെട്ടിച്ചുളിച്ചു. സാധാരണ ഇത്രയും ദിവസം പഴക്കമുള്ള മൃതദേഹത്തിന് കുഴിമാന്തിയാൽ ദുർഗന്ധം കൊണ്ട് പരിസര പ്രദേശത്ത് പോലും നിൽക്കാൻ കഴിയാത്തതാണ്. പക്ഷേ ഇവിടെ പെട്ടിയുടെ മൂട് മാറ്റ്. റസാഖ് കുഴിയിൽ നിന്നിരുന്നവരോട് പറഞ്ഞു. അവർ അനുസരിച്ചു. SP ഒഴികെയുള്ളവരെല്ലാവരും ഞെട്ടി. ശവപ്പെട്ടി ശൂന്യമായിരുന്നു. എന്തിയാടാ ഇതിനുള്ളിലുണ്ടായിരുന്ന ശവം? SP അനിരുദ്ധനോട് തിരക്കി. സത്യമായിട്ട് എനിക്ക് അറിയത്തില്ല സാറേ. കുഴി അങ്ങനെ തന്നെ ഇട്ടിട്ട് SPയും പോലീസുകാരും പിന്തിരിഞ്ഞു. തറവാടിന് മുന്നിലെത്തി SP മാധുരിയെ മുന്നിൽ വിളിച്ചു നിർത്തി. എൻ്റെ ചോദ്യങ്ങൾക്ക് സത്യസന്ധമായ ഉത്തരം തരണം. മാധുരിക്ക് വിണ്ടാനായില്ല. പോലീസ് സൂപ്രണ്ട് കനകരാജ് മാധുരി മുത്തശ്ശിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും TV ക്യാമറമാരും പത്രക്കാരുമൊക്കെ വീണ്ടും എത്തിച്ചേർന്നു. ആദ്യം അവർ ശൂന്യമായ ശവപ്പെട്ടിയുടെയും ജയകൃഷ്ണനെ അടക്കം ചെയ്തിരുന്ന കുഴിയുടെയും മറ്റും ചിത്രങ്ങളെടുത്തു. പിന്നീട് അവർ SP-യുടെയും മാധുരിയുടെയും അടുത്തേക്ക് ചെന്നു. കനകരാജ് മാധുരിയുടെ മുഖത്തു നിന്നും ദൃഷ്ടികൾ പിൻവലിക്കാതെ ചോദിക്കാൻ തുടങ്ങി. നിങ്ങളുടെ പേര്? മാധുരി. ഭർത്താവിൻ്റെ 2ാം ജന്മമാണിതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പെട്ടെന്ന് അതിനൊരു ഉത്തരം നൽകാൻ മാധുരിക്ക് കഴിഞ്ഞില്ല. അതായത് SP വിശദീകരിച്ചു. ശാസ്ത്രത്തിന് പോലും ഇനിയും വ്യക്തമായി പറയാൻ കഴിയാത്ത ഒന്നാണ് പുനർജന്മം. പുരാണങ്ങളിൽ അങ്ങനെ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും ഒരു മനുഷ്യനായ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് അതിന് കഴിയുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. അതിപ്പോൾ ഞാൻ ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണല്ലേ? അതിനർത്ഥം ഒന്നേ ഉള്ളൂ. മരണപ്പെട്ടു എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച ശേഷം നിങ്ങളുടെ ഭർത്താവ് എവിടെയോ ഒളിവിൽ കഴിയുകയായിരുന്നു. അങ്ങനെ ഒളിച്ചിരിക്കേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. മാധുരി ആ കാര്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ചിതയിൽ എരിഞ്ഞു തീരുന്നത് എൻ്റെ ഈ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. SP ഒന്ന് ചിരിച്ചു. അന്ന് അയാൾക്ക് പകരം എരിഞ്ഞു തീർന്നത് മറ്റാരെങ്കിലും ആണെങ്കിലോ? മാധുരി നടുക്കത്തോടെ SP-യെ തുറിച്ചു നോക്കി. വിനയപ്രഭയും അനിരുദ്ധനും ജയലക്ഷ്മിയും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അമ്പരപ്പോടെ നിൽക്കുകയായിരുന്നു. അതുപോട്ടെ, കനകരാജ് വിഷയം മാറ്റി. നിങ്ങളുടെ ഇളയ മകൻ്റെ ശവശരീരം അടക്കം ചെയ്തത് എവിടെ പോയി? അറിയില്ല സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. പറഞ്ഞു തീർത്തതും മാധുരി ഒറ്റക്കരച്ചിലായിരുന്നു. അതോടെ കനകരാജ് അവരെ ചോദ്യം ചെയ്യുന്നത് അവസാനിപ്പിച്ചിട്ട് മറ്റുള്ളവരെ ഓരോരുത്തരെയായി മുന്നിലേക്ക് വിളിച്ചു വരുത്തി. എങ്കിലും കാര്യമാത്ര പ്രസക്തമായ മറുപടികളൊന്നും അയാൾക്ക് കിട്ടിയില്ല. ജയലക്ഷ്മി മാത്രം നരനാരായണൻ്റെ തിരിച്ചുവരവോടെയാണ് വിഷ്ണുവിനെ കാണാതായതെന്ന് പറഞ്ഞു. ഒരുപക്ഷെ നരനാരായണൻ്റെ ഒളിസ്ഥലം കണ്ടുപിടിച്ചതുകൊണ്ട് അയാൾ വിഷ്ണുവിനെ വധിക്കുകയോ തടവിലാക്കുകയോ ചെയ്തിരിക്കാമെന്ന് കനകരാജ് ന്യായമായും സംശയിച്ചു. എന്നാലും വീഡിയോയിൽ കാണുന്ന നരനാരായണൻ എങ്ങനെ
ജയകൃഷ്ണൻ്റെ രൂപത്തിലായി എന്നത് വിചിത്രമായ ഒരു യാഥാർത്ഥ്യമായി അയാൾക്ക് തോന്നി. തൻ്റെ ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവിതത്തിനിടെ ഇത്തരമൊരു സംഭവം ആദ്യത്തേതാണെന്നും ഈ കുരുക്കുകൾ അത്ര വേഗമൊന്നും തനിക്ക് അഴിക്കാനാവില്ലെന്നും അയാൾക്ക് തോന്നി. അന്ന് നരനാരായണനെ കോടതിയിൽ ഹാജരാക്കിയില്ല. ബാലചന്ദ്രനെയും പെങ്ങൾ സ്മിതയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് മൊഴിയെടുക്കുകയും ചില സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തു. ഒന്നല്ല, അനവധി കേസുകളാണ് നരനാരായണൻ്റെ പേരിൽ ചാർജ് ചെയ്യാൻ പോകുന്നത്. ആ പകൽ അസ്തമിച്ചു. എങ്ങനെയും നരനാരായണൻ്റെ മനസ്സിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്തിയെടുക്കണമെന്ന് ചിന്തയോടെ SP കനകരാജ് SI റസാഖിൻ്റെ സ്റ്റേഷനിലെത്തി. അയാളെവിടെ? കസേരയിലിരിക്കുകയായിരുന്ന SP അന്വേഷിച്ചു. സാർ ലോക്കപ്പിലാണ്, റസാഖ് പറഞ്ഞു. എന്തെങ്കിലും പറഞ്ഞോ അയാൾ? ഇല്ല സാർ. എന്ത് ചോദിച്ചാലും കനത്ത നോട്ടവും ഒരു മൂളലും മാത്രം. SP തലകുലുക്കി. നിങ്ങൾ അയാളുടെ തറവാട്ടിൽ ചെന്നപ്പോൾ മുതലുണ്ടായിരുന്ന സംഭവങ്ങളൊന്ന് പറഞ്ഞ്. റസാഖ് ഒന്നും വിട്ടുപോകാതെ എല്ലാം പറഞ്ഞു. SP മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. അപ്പോൾ CI എടുത്തെറിഞ്ഞത് അയാളല്ലേ? അല്ല സാർ, ഞങ്ങൾ നോക്കി നിൽക്കുകയല്ലേ. SP കനകരാജ് ചിന്തയിലാണ്ടു. അയാൾക്ക് എന്തൊക്കെയോ മാന്ത്രിക ശക്തികളുണ്ട് സാറേ, റസാഖ് തുറന്നു പറഞ്ഞു. പിന്നെ ഇപ്പോഴെന്താടോ അതില്ലാത്തത്? റസാഖിന് ഉത്തരമില്ലായിരുന്നു. എന്തായാലും താൻ അയാളെ ഇറക്കിക്കൊണ്ടുവാ, ഞാനൊന്ന് ചോദ്യം ചെയ്യട്ടെ. സർ. റസാഖ് പിന്തിരിഞ്ഞു. തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് ലോക്കപ്പിൻ്റെ മൂലയിൽ കുത്തിയിരിക്കുകയായിരുന്നു നരനാരായണൻ. എവിടെയാണ് തനിക്ക് പിഴവ് പറ്റിയതെന്ന് ഇപ്പോഴും അയാൾക്കറിഞ്ഞുകൂടാ. യാതൊരു മന്ത്രവും ഓർമ്മയിൽ എത്തുന്നുമില്ല. ഭരദേവതയെ പ്രീണിപ്പിക്കുന്ന മന്ത്രം പോലും. തൻ്റെ ഓർമ്മയൊന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് തന്നോട് ചെയ്യുന്നവർക്കൊക്കെ 100 100 തിരിച്ചു കൊടുത്തന്നെ. നരനാരായണൻ്റെ പല്ലുകൾ വല്ലാതെ ഞെരിഞ്ഞമർന്നു. അപ്പോഴാണ് ലോക്കപ്പിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. വെറുതെ ഇരുന്ന് സ്വപ്നം കാണാതെ ഇങ്ങോട്ട് ഇറങ്ങിവാടാ, റസാഖ് പരിഹസിച്ചു. കത്തുന്ന ഒരു നോട്ടത്തോടെയാണ് നരനാരായണൻ മുഖമുയർത്തിയത്. എങ്കിലും എഴുന്നേറ്റില്ല. എടോ, തന്നോട് തന്നെയാണ് പറഞ്ഞത്. അകത്തേക്ക് ചെന്ന് റസാഖ് നരനാരായണനെ പിടിച്ചുയർത്തി പുറത്തേക്ക് വലിച്ചിഴിച്ചു. നരനാരായണൻ കുതറിയെങ്കിലും റസാഖ് പിടിവിട്ടില്ല. SP മുന്നിൽ അയാളെ നിർത്തിയിട്ട് റസാഖ് പിന്നിലേക്ക് മാറി. കനകരാജ് നരനാരായണനെ കണ്ണുകൾ കൊണ്ട് അടിമുടി ഒഴിഞ്ഞു. പക്ഷെ നാരായണൻ്റെ മുഖത്ത് ഒട്ടും പതർച്ചയില്ലായിരുന്നു. താൻ ആരായാലും എന്തായാലും ഞങ്ങൾക്കറിയാനുള്ളത് പറഞ്ഞു തരാതെ വെറുതെ വിടുമെന്ന് കരുതണ്ട. അതുകൊണ്ട് ഇനിയുള്ള ചോദ്യങ്ങൾക്കെങ്കിലും സത്യസന്ധമായ ഉത്തരം തന്ന ഞങ്ങളുടെ കൈക്ക് മെനക്കേടില്ലാതെ കഴിക്കാം. കനകരാജ് ഒരു സിഗരറ്റ് കത്തിച്ച് പുകയൂതി. അതിൻ്റെ ഗന്ധം ഇഷ്ടപ്പെടാത്ത മട്ടിൽ നരനാരായണൻ മുഖം തിരിച്ചു. കനകരാജിന് രസമേറി. അയാൾ അടുത്ത കവൾ പുക അയാളുടെ മുഖത്തേക്ക് തന്നെ ഊതി. ഛേ! നരനാരായണൻ പല്ലുകൾ ഞെരിച്ചു. SP മുന്നോട്ടാഞ്ഞതും കൈവലിച്ച് ആ മുഖമടക്കം ഒന്ന് പൊട്ടിച്ചു. എന്താടോ, തനിക്കിഷ്ടമായില്ലേ? ഒരു ഞരക്കത്തോടെ നരനാരായണൻ പിന്നോട്ട് പറഞ്ഞപ്പോൾ റസാഖ് അയാളെ പിടിച്ച് നേരെ നിർത്തി. ഇനി എന്നെ തൊട്ടാ കല്ല് പോലെ ഉറച്ചതായിരുന്നു നരനാരായണൻ്റെ ശബ്ദം. അതിൻ്റെ ഫലം നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നതിനേക്കാൾ ഭയാനകമായിരിക്കും. ഓഹോ, എന്നാൽ പിന്നെ അതൊന്നും അറിയണമല്ലോ. SP പിന്നെയും നരനാരായണനെ അടിച്ചു. അയാൾ തിരിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കനകരാജ് അയാളെ റസാഖിൻ്റെയും മറ്റു പോലീസുകാരുടെയും നേരെ തള്ളി. ഇയാളുടെ അഹങ്കാരം തീർക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കൂടി ഒന്ന് നോക്ക്. റസാഖും പോലീസുകാരും നരനാരായണന് മേൽ ചാടി വീണു. അടിയുടെയും ഇടിയുടെയും മുഴക്കത്തിനിടെ നരനാരായണൻ്റെ നിലവിളി ഉയർന്നു. ഏതോ സ്വർഗീയ സംഗീതം കാതുകളിൽ വന്നു പെട്ടതുപോലെ അങ്ങകലെ ഗുഹയിലിരുന്ന ബ്രഹ്മദത്തൻ നിർവൃതിയിലാണ്ടു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നാരായണനെ ഇങ്ങനെ നിലവിളിക്കുന്നത്. ആ നിലവിളിയിൽ നരനാരായണൻ്റെ അവസാന നിമിഷങ്ങൾ പോലും ബ്രഹ്മദത്തൻ തിരിച്ചറിഞ്ഞതുപോലെ. വായിൽ രക്തത്തിൻ്റെ രുചി തിരിച്ചറിഞ്ഞ നരനാരായണൻ തുപ്പിയത് കട്ടച്ചോരയാണ്. ഇനി എന്നെ തല്ലരുത്, അയാളുടെ ശബ്ദം വിറച്ചു. തല്ലുവട, ഇഞ്ച ചതയ്ക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ തല്ലിച്ചതയ്ക്കും. അത് വേണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും വേഗം പറഞ്ഞു. SP അയാളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു വരുത്തി. ഞാൻ പറയാം. സമ്മതിക്കാതെ തരയില്ലായിരുന്നു അയാൾക്ക്. എങ്കിൽ പറയ്, കേൾക്കട്ടെ. SP കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. തനിക്ക് പകരം വന്നു മരിച്ചത് മറ്റൊരാളല്ലേ? അല്ല, മരിച്ചത് ഞാൻ തന്നെയാണ്. കനകരാജൻ്റെ നെറ്റി ചുളിഞ്ഞു. പിന്നെ താനിപ്പോൾ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതോ? ശാസ്ത്രത്തിന് ഒരിക്കലും പിടികിട്ടാത്ത കാര്യങ്ങളാണ് സാറേ മന്ത്രങ്ങളിലുള്ളത്. മനുഷ്യൻ്റെ ശരീരം മാത്രമാണ് നശിക്കുന്നത്, ആത്മാവിന് മരണമില്ല. പറ്റിയ അവസരം കിട്ടിയപ്പോൾ എൻ്റെ ആത്മാവ്
മറ്റൊരാളിൽ പ്രവേശിച്ചു. അത്രമാത്രം. അത്രയും പറഞ്ഞ് നരനാരായണൻ ഒന്ന് ചുമച്ചപ്പോൾ വീണ്ടും ചോര കിനിഞ്ഞു. എസ് പിക്കോ റസാക്കിനോ അതൊക്കെ കേട്ടു നിന്ന പോലീസുകാർക്കോ അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടില്ല. താൻ അങ്ങും ഇങ്ങും തൊടാതെ പറയുന്നതിന് പകരം ഞങ്ങൾക്ക് കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ കാര്യം പറയടോ, റസാഖാണ് പറഞ്ഞത്. പറയാം, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. റസാഖ് എസ് പിയെ നോക്കി. വെള്ളം കൊടുക്കാൻ അയാൾ ആംഗ്യം കാണിച്ചു. റസാഖ് പോലീസുകാരുടെ നേരെ തിരിഞ്ഞു. ഒരു പോലീസുകാരൻ കൂജയിൽ നിന്നും വെള്ളമെടുത്ത് നാരായണന് കൊടുത്തു. നാരായണൻ അത് ആർത്തിയോടെ വാങ്ങിക്കുടിച്ചു. കുറച്ചുകൂടി. അത് വേണ്ട, ഇനി കാര്യം പറഞ്ഞിട്ട്. നരനാരായണൻ എല്ലാം തുറന്നു പറഞ്ഞു. വിഷ്ണുവിനെ കൊണ്ട് മകൻ്റെ ശരീരം താൻ മാന്തിയെടുപ്പിച്ചതും അതിൽ പ്രവേശിച്ചതും വീഡിയോയിലൂടെ നോക്കുമ്പോൾ ജയകൃഷ്ണനായി നരനാരായണൻ കാണുന്നതിൻ്റെ രഹസ്യം എസ് പിക്കും റസാഖിനും മറ്റുള്ളവർക്കും വ്യക്തമായി. അതിരിക്കട്ടെ, വിഷ്ണു അവിടെ പോയി. കനകരാജ് കസേരയിൽ മുന്നോട്ട് ആഞ്ഞിരുന്നു. അവൻ ക്രൂരമായ ആ കൊലപാതകത്തിൻ്റെ രഹസ്യം പറയാതിരിക്കാനായില്ല നരനാരായണന്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ ഞരമ്പുകളിലെ ചോര തണുത്തുറയുന്നത് പോലെ തോന്നി. എസ് പി കനകരാജ് ചാടി എഴുന്നേറ്റു പറഞ്ഞു, റസാഖെ, കൊണ്ടുപോയി അയാളെ. എന്നിട്ട് അദ്ദേഹം പുറത്തേക്ക് കുതിച്ചു. പിന്നാലെ നാരായണനെയും വലിച്ചിഴിച്ചുകൊണ്ട് പോലീസുകാരും. പോലീസ് സ്റ്റേഷനിലെ വാഹനങ്ങൾ ചെറുകുന്നത്ത് തറവാടിനെ ലക്ഷ്യമാക്കി പാഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ചെറുകുന്നത്ത് തറവാടിന് മുന്നിൽ പോലീസ് വാഹനങ്ങൾ നിന്നു. നരനാരായണനെ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വലിച്ചിഴിച്ച് പുറത്തേക്കിറങ്ങി. മാതൃയും മക്കളും മരുമകളും ഓടി വന്നു. അനിരുദ്ധൻ പുറത്തെങ്ങോ പോയിരിക്കുകയായിരുന്നു. നാരായണൻ്റെ കഴുത്തിൽ പിടിച്ച് എസ് ഐ റസാഖ് മുന്നോട്ട് തള്ളി. അങ്ങോട്ട് നടക്കടാ. അത് കണ്ട് മാധുരിയുടെ ഉള്ളം പിടഞ്ഞു. തൻ്റെ ഭർത്താവ് വളരെ പരീക്ഷണനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഓടി ഭർത്താവിൻ്റെ അടുത്തെത്തി അയാളെ ആശ്വസിപ്പിക്കണമെന്ന് തോന്നി അവർക്ക്. പക്ഷെ കഴിഞ്ഞില്ല. കാലുകളിൽ ചങ്ങലപ്പൊട്ട് വീണതുപോലെ നിസ്സഹായതയോടെ അവർ വിനയപ്രഭയെയും ജയലക്ഷ്മിയെയും നോക്കി. തറവാടിൻ്റെ വരാന്തയിലെത്തിയതും എസ് പി കനകരാജ് റസാഖിനോട് പറഞ്ഞു, അയാളെ അവിടെ നിർത്തിക്കോ റസാഖെ. നമ്മൾ കണ്ടെത്തുന്ന രഹസ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും. അത് പത്രക്കാർക്ക് ചൂടോടെ കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ തെളിവുകൾ ഓരോന്നും നമ്മൾ സൂക്ഷിച്ചു വെക്കണം. സർ, തലകുനിച്ചു നിൽക്കുകയായിരുന്നു നരനാരായണൻ്റെ ഭാര്യയെയും മക്കളെയും മറ്റു ജീപ്പിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ അയാൾ കണ്ടിരുന്നു. ഇപ്പോൾ ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലായിരുന്നു അയാൾ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറേ വാഹനങ്ങൾ അവിടെ എത്തി. TV ചാനലുകാരും പത്രപ്രവർത്തകരും. ക്യാമറകൾ കണ്ണു തുറന്നു. ഇനി തുടങ്ങാം. എസ് പിയുടെ നിർദ്ദേശം. പൂജാമുറി എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് നടക്കടാ. റസാഖ് നരനാരായണൻ്റെ കൈക്ക് ബലമായി പിടിച്ചു. നരനാരായണൻ യാന്ത്രികമായി തറവാടിനുള്ളിലേക്ക് കയറി. എന്തിനാ സാറന്മാരെ ഞങ്ങളിങ്ങനെ ദ്രോഹിക്കുന്നത്? ഒരു കാലത്ത് ഈ ഗ്രാമം മുഴുവൻ ആരാധിച്ചിരുന്ന വ്യക്തിയെ അദ്ദേഹം. കടുത്ത സങ്കടത്തോടെ മാധുരി എസ് പിയെ നോക്കി. കനകരാജ് ഒന്ന് ചിരിച്ചു. ഇയാളെ പേടിച്ചാണ് ആരോ ഒരു കാര്യം പുറത്തു പറയാത്തതെന്ന് ഞങ്ങൾക്കറിയാം. ഈ തറവാട്ടിൽ വെച്ച് തന്നെ എത്രയോ സ്ത്രീകളെ ഇയാൾ പിച്ചു ചീന്തിയിരിക്കുന്നു. ഒക്കെ നിങ്ങൾക്കും അറിവുള്ളതല്ലേ. മാധുരിക്ക് മിണ്ടാനായില്ല. അവരുടെ മുഖം വിളറി വെളുത്തു കഴിഞ്ഞിരുന്നു. നരനാരായണന് പിന്നാലെ പോലീസും മാധ്യമപ്രവർത്തകരും പൂജാമുറിക്ക് മുന്നിലെത്തി. അനുവാദം കൂടാതെ ഇന്നുവരെ ആരും ഈ തറവാടിൻ്റെ പടി ചവിട്ടിയിട്ടില്ല. ചെരുപ്പഴിക്കാതെ അകത്ത് കയറിയിട്ടില്ല. ഇപ്പോൾ ഇത് രണ്ടും സംഭവിച്ചിരിക്കുന്നു. മാധുരി മുഖം തിരിച്ചു കളഞ്ഞു. നരനാരായണനും പോലീസ് ഉദ്യോഗസ്ഥരും പൂജാമുറിക്ക് മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അടഞ്ഞുകിടന്ന വാതിലിന് മുന്നിൽ നിൽക്കുമ്പോൾ നരനാരായണൻ്റെ മനസ്സ് മുറിഞ്ഞു. ഭരദേവതയെ പ്രീണിപ്പിക്കുന്ന മന്ത്രം പോലും ഓർക്കാൻ കഴിയുന്നില്ല. അന്യരാരും ഇതുവരെ ഈ പൂജാമുറിയുടെ ഉൾഭാഗം കണ്ടിട്ടില്ല. അതിന് ശ്രമിച്ചവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ തുറക്കട വാതിൽ. എസ് പി കനകരാജിൻ്റെ ശബ്ദമായിരുന്നു. യാന്ത്രികമായി നരനാരായണൻ വാതിൽ തള്ളി. ഓട്ടുമണികൾ ചിലച്ചു. അകത്തേക്ക് കയറി. വിറപൂണ്ട കാലുകൾ കൊണ്ട് അയാൾ വാതിൽ കടന്നു. പിന്നാലെ പോലീസുകാരും. അവർ അത്തരമൊരു മുറിയിൽ ആദ്യം കയറുകയാണ്. നല്ല സെറ്റപ്പാണല്ലോടെ ഇതിനുള്ളിൽ. വീഡിയോ ക്യാമറക്കാർ മുറിയുടെ ഓരോ ഇഞ്ചും സ്ഥലവും ക്യാമറയിൽ പകർത്തുകയായിരുന്നു. നിലവറയിലേക്കുള്ള വാതിൽ തുറക്ക്. റസാഖ് നരനാരായണനെ തള്ളി. അയാൾ ഭിത്തിയിലുള്ള വാതിൽ തുറക്കുന്നത് ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. ഇതിനുള്ളിൽ ഇങ്ങനെയൊരു നിലവറയുണ്ടെന്ന് ആരും പറയില്ല. പത്രക്കാരും TV-ക്കാരും മുഖാമുഖം നോക്കി. അതെ, വളരെ ശ്രദ്ധയോടെയാണ്
നരനാരായണനെ മുന്നിൽ നിർത്തി ഓരോരുത്തരായി താഴേക്കിറങ്ങിയത്. ക്യാമറകളുടെ വെളിച്ചത്തിൽ അതിനുള്ളിലെ കാഴ്ച കണ്ട് അവർ നടുങ്ങിപ്പോയി. കാളി വിഗ്രഹത്തിന് മുന്നിലെ ബലിക്കല്ലിൽ ഉറഞ്ഞുകിടക്കുന്ന ചോര. മുറി മുഴുവൻ അപ്പോഴും ചോരയുടെ ഗന്ധം തങ്ങി നിൽക്കുന്നു. എണ്ണത്തോണിയിലേക്ക് വെളിച്ചം പാളി വീണു. അതിനുള്ളിൽ തലയും ഉടലും വേർപെട്ട നിലയിൽ ഒരു ശരീരം. വിഷ്ണു, നായിൻ്റെ മോനെ, ഈ ക്രൂരതയെല്ലാം കാണിച്ചു കൂട്ടിയിട്ട് നീ ഞെളിഞ്ഞു നടക്കുകയാണല്ലേ? SP കനകരാജ് ആ കാഴ്ച കണ്ട് സഹിക്കാനാവാതെ നരനാരായണൻ്റെ കവിളത്ത് ആഞ്ഞടിച്ചു. നാരായണൻ്റെ മുഖം ഒരുതരം കല്ലിപ്പിലായിരുന്നു. എല്ലാ പ്രതീക്ഷകളും തകർന്ന ഒരുവൻ എല്ലാം നിശബ്ദമായി സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്ത ഭാവം. നടക്ക്. പോലീസ് നരനാരായണനെ അവിടെ നിന്നും പുറത്തിറക്കി. പുറത്തെങ്ങോ പോയിരിക്കുകയായിരുന്ന അനിരുദ്ധൻ അപ്പോഴേക്കും മടങ്ങി വന്നിരുന്നു. പോലീസുകാർ അയാളെ നിലവറയ്ക്കുള്ളിൽ കൊണ്ടുവന്നു. ശവശരീരം കണ്ടയുടനെ അയാളിൽ നിന്നും ഒരു നിലവിളി ഉയർന്നു. മിസ്റ്റർ അനിരുദ്ധൻ, ഇതാണ് നിങ്ങളുടെ ഭാര്യപിതാവിൻ്റെ തനിനിറം. സ്വന്തം പേരക്കുട്ടി പോലും അയാൾക്ക് വെറുമൊരു ഇര, റസാഖ് പറഞ്ഞു. അനിരുദ്ധന് അനങ്ങാനായില്ല. ഈ കിടക്കുന്നത് വിഷ്ണുവാണോ എന്ന് തിരിച്ചറിയാനാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വിഷ്ണുവാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ? ഇല്ല സാർ, നിങ്ങൾക്ക് പോകാം. അനിരുദ്ധൻ പതിയെ പടിക്കെട്ടുകൾ കയറി തുടങ്ങി. പോലീസുകാർ ജോലി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. നരനാരായണനെ വിലങ്ങുവെച്ച് ജീപ്പിൽ കയറ്റിയിരുത്തിട്ട് പോലീസ് കാവൽ നിന്നു. ഗ്രാമീണർ പുതിയ സംഭവ വികാസങ്ങൾ എന്തെന്നറിയാൻ അവിടേക്ക് വന്നു തുടങ്ങി. അനിരുദ്ധൻ മാധുരിയോടും ജയലക്ഷ്മിയോടും വിനയപ്രഭയോടും വിഷ്ണുവിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞു. അവരെല്ലാം സ്തംഭിച്ചു പോയി. ഇത്രയും കാലം ഞാൻ ഭർത്താവിൻ്റെ കൂടെ നിന്നു. പക്ഷെ അങ്ങേര് വിഷ്ണുവിനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മാധുരി അലമുറയിട്ട് കരഞ്ഞു. എൻ്റെ ശ്രീരാമ ഭഗവാനെ, ഈ ചെയ്തതിനൊക്കെ അയാൾ അനുഭവിക്കണേ. അങ്ങേര് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. മാധുരി തലയിൽ കൈവച്ച് ശപിച്ചു. എണ്ണത്തോണിയിൽ കിടന്നതുകൊണ്ട് വിഷ്ണുവിൻ്റെ ശരീരം ചീയുകയോ ദുർഗന്ധം വമിക്കുകയോ ചെയ്തിരുന്നില്ല. പോലീസ് ഒരു പായയിൽ വിഷ്ണുവിൻ്റെ തലയും ഉടലും പൊതിഞ്ഞു കിട്ടി പുറത്തേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾക്കൊന്ന് കാണണം സാറേ. ലക്ഷ്മിയും വിനയപ്രഭയും ഓടി വന്നു. കാണിക്കാം, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട്. SP വിവരം നൽകിയതിനനുസരിച്ച് ആംബുലൻസ് വന്ന് മുറ്റത്ത് കിടപ്പുണ്ടായിരുന്നു. മൃതദേഹം വണ്ടിയിലേക്ക് കയറ്റി. പോലീസ് വാഹനങ്ങൾ ആംബുലൻസിനൊപ്പം പോയി. പൂജാമുറിയും നിലവറയും പോലീസ് പൂട്ടി മുദ്രവെച്ചു. അങ്ങകലെ ഗുഹയിലിരുന്ന് ബ്രഹ്മദത്തൻ ചിരിച്ചു. സംതൃപ്തിയുടെ ചിരി. നരനാരായണൻ്റെ പതനം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. കളികൾ അവസാനിക്കാറായിരിക്കുന്നു. ഈയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ തനിക്ക് എന്തൊന്ന് യാതനകൾ അനുഭവിക്കേണ്ടി വന്നെന്ന് അയാൾ ഓർത്തു. മാന്ത്രിക പഠനം തുടങ്ങേണ്ടതിൻ്റെ ആവശ്യമുണ്ടായതും അതിനായി നരനാരായണൻ്റെ മുന്നിലെത്തിയതും അപമാനിതനായി മടങ്ങിപ്പോയതും വിനയപ്രഭയുമായി അടുത്തതും ആ ശരീരത്തിൻ്റെ ചൂടുപറ്റി ഉറങ്ങിയതുമൊക്കെ ഒരു ചലച്ചിത്രത്തിൽ എന്നതുപോലെ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവിടെ നിന്നും പിടിക്കപ്പെട്ടതും വിനയപ്രഭയുമായി നാടുവിട്ട് ഭദ്രേട്ടൻ്റെ അരികിൽ അഭയം തേടിയതുമെല്ലാം അയാളൊരു ദീർഘനിശ്വാസത്തോടെ ഓർത്തു. അമ്മയും സഹോദരിമാരുമെല്ലാം മരണപ്പെട്ടപ്പോഴും മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നരനാരായണൻ്റെ അന്ത്യം. ഒരിക്കൽ അത് സംഭവിച്ചതാണെങ്കിലും വീണ്ടും അയാൾ ജന്മം കൊണ്ടു. ഒരർത്ഥത്തിൽ ചിന്തിച്ചാൽ അതിൽ തനിക്ക് സംതൃപ്തി നൽകുന്ന കാര്യമാണ്. അവസാനത്തെ അംഗം മുഖാമുഖം തന്നെ. മനക്കണ്ണുകളിൽ ബ്രഹ്മദത്തൻ ചെറുകുന്നത്ത് തറവാട്ടിലെ രംഗം കണ്ടു. വിഷ്ണുവിൻ്റെ ശവദാഹം. നേർത്ത പുഞ്ചിരിയോടെ അയാൾ ഇമകൾ പൂട്ടി ഒരു മന്ത്രം ജപിച്ചു. കൺമുമ്പിൽ ഒരു ചിരി കിട്ടു. ഒപ്പം അവളുടെ രൂപം തെളിഞ്ഞു വന്നു. യാമിനിയുടെ. അധ്യായം 32. തൻ്റെ മുന്നിൽ നിൽക്കുന്ന യാമിനിയെ നോക്കി ബ്രഹ്മദത്തൻ ഒരു നിമിഷമിരുന്നു. പിന്നെ പറഞ്ഞു: യാമിനി, ഈ പകൽ അവസാനിക്കുന്നതോടെ നിനക്ക് തുടങ്ങാം. ഒരുപാട് കാലമായി കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു വാർത്ത കേട്ട ഭാവമായിരുന്നു യാമിനിയുടെ മുഖത്തും കണ്ണുകളിലും. ബ്രഹ്മദത്തനെ പ്രേമപൂർവ്വം നോക്കി അവൾ പുഞ്ചിരിച്ചു. താടി തടവിക്കൊണ്ട് അയാൾ തുടർന്നു: അനിരുദ്ധനായിക്കോട്ടെ ഇത്തവണത്തെ നിൻ്റെ ഇര. ഒരു പുരുഷൻ പോലും തറവാട്ടിലില്ലാതെ ഭീതിയോടെ കഴിയണം അവിടുത്തെ സ്ത്രീകൾ. അതിനുശേഷമേ അവരെ കൊല്ലാവൂ. യാമിനി തലകുലുക്കി. ആജ്ഞ പോലെ. എങ്കിൽ നിനക്ക് പോകാം. ഒരു മിന്നൽ പോലെ യാമിനി മറഞ്ഞു. ശോകമുഖമായിരുന്നു ചെറുകുന്നത്ത് തറവാട്. നടന്നതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മാധുരി മുത്തശ്ശി. തൻ്റെ ഭർത്താവിൻ്റെ രണ്ടാം ജന്മത്തിൻ്റെ കാര്യം ഏതാണ്ടൊക്കെ ഊഹിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. പണ്ടിരിക്കൽ, അതായത് തങ്ങളുടെ മധുവിധ നാടുകളിൽ നരനാരായണൻ പറഞ്ഞൊരു കാര്യം അവർ ഓർത്തു: മാധുരി, ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നിൽ പ്രവേശിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമല്ല. അങ്ങനെ ശരീരങ്ങൾ മാറി മാറി വേണമെങ്കിൽ
എനിക്ക് നൂറ്റാണ്ടുകളോളം ജീവിക്കാൻ കഴിയും. മധുവിധുവിൻ്റെ ലഹരിയിൽ അന്നത് വെറുതെ പറഞ്ഞതാണെന്നേ കരുതിയുള്ളൂ. എന്നാൽ ഇപ്പോഴറിയുന്നു ഒക്കെ സത്യമാണെന്ന്. പക്ഷെ വിഷ്ണുമോനെ അങ്ങനെ വധിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ തോന്നിയെന്ന്. ശ്രീരാമ ഭഗവാനെ, മാധുരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മുത്തച്ഛനേക്കാൾ വലിയ മാന്ത്രികനാവും അവനെന്ന്, അങ്ങനെ യാമിനിയെ തളയ്ക്കുമെന്നും കരുതിയിരുന്നതാണ്. ഒക്കെ ജലരേഖ പോലെയായിരിക്കുന്നു. മാധുരി ദീർഘമായൊന്നും നിശ്വസിച്ചു. പകൽ മാഞ്ഞു. ഇരുട്ട് ചെറുകുന്നത്ത് തറവാടിൻ്റെ ഉൾത്തടങ്ങളിലേക്ക് അരിച്ചിറങ്ങി കയറി വന്നു. അന്ന് ആ വീട്ടിൽ വിളക്ക് തെളിക്കുക പോലും ചെയ്തില്ല. മരണത്തിൻ്റെ മരവിപ്പിൽ നിന്നും ആരും മോചിക്കപ്പെട്ടിട്ടില്ല ഇതുവരെ. ജലപാനം പോലും നടത്തിയിട്ടില്ല. രാത്രി കനത്തു തുടങ്ങി. അകലെ എവിടെയോ അടികൊണ്ട് നിലവിളിക്കും പോലെ നായ്ക്കളുടെ മോങ്ങൽ കേൾക്കാം. വൃക്ഷങ്ങളിൽ ചേക്കേറിയുന്ന പക്ഷികൾ ചിറകടിച്ച് പറന്നുയരുന്നു. ചെറുകുന്നത്ത് തറവാട്ട് വളപ്പിലേക്ക് ഒരു കാറ്റ് വന്നു. തറവാടിന് തെക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന പാലമരത്തേൽ ഒന്ന് വട്ടം ചുറ്റി കാറ്റ് തറവാടിന് നേർക്ക് തന്നെ നീങ്ങി. അന്തരീക്ഷം നടുവേ പിളർന്ന് ഒരു മിന്നലുണ്ടായി. ഭൂമിയെ വെട്ടിമുറിക്കുന്നത് പോലെ പിന്നാലെ ഇടിയും. മാധുരി കിടക്കയിൽ നിന്നെണീറ്റു. അന്തരീക്ഷത്തിൽ പെട്ടെന്നുള്ള മാറ്റം എന്തിൻ്റെ സൂചനയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഹൃദയം പെരുമ്പറയേക്കാൾ ഉച്ചത്തിൽ തുടിക്കുന്നത് പോലെ. കാറ്റിന് ശക്തിയേറി. ചെറുകുന്നത്തെ തറവാടിൻ്റെ ഓരോ പഴുതിലൂടെയും വന്യമായ ശക്തിയിൽ കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി. എൻ്റെ ശ്രീരാമ ഭഗവാനെ, മാധുരി നെഞ്ചിൽ കൈവച്ചു. അടുത്ത നിമിഷം അവർക്ക് മുന്നിൽ ഇരുട്ടിൽ ഒരു മുഖം തെളിഞ്ഞു. യാമിനിയുടെ മുഖം. മുത്തശ്ശി, ഞാനിങ്ങ് വന്നു. ഇനി അധികം ബുദ്ധിമുട്ടിപ്പിക്കില്ല. മുത്തശ്ശിയെ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളാം ഞാൻ. എന്നാൽ ഇന്ന് പറ്റില്ല. അതിന് നിർബന്ധിക്കാനും പാടില്ല. അവളുടെ തലമുടിയിൽ മിന്നൽ പോലെ തോന്നിച്ചു. കണ്ണുകളിൽ തീക്കുണ്ടങ്ങൾ. ഇനി നിങ്ങൾക്കെല്ലാം ഓർത്തു വയ്ക്കാനുള്ള നേരമാണ്. എല്ലാത്തിനും കാരണക്കാരി നിങ്ങൾ മാത്രമാണ്. മറ്റുള്ളവരുടെ ഭാഗത്തും തെറ്റുകൾ ഏറെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നെ ഈ നിലയിലെത്തിച്ചത് നിങ്ങളാണ്. അനുഭവിക്കും നിങ്ങൾ. നിങ്ങളുടെ ആത്മാവിന് പോലും രക്ഷ കിട്ടില്ല. ശാപം പോലെയായിരുന്നു യാമിനിയുടെ വാക്കുകൾ. പെടുന്നനെ അവൾ മറയുകയും ചെയ്തു. നേരെ അനിരുദ്ധൻ്റെ മുറിയിലെത്തി. അയാളാവട്ടെ ഓരോന്നോർത്തുകൊണ്ട് കിടക്കുകയായിരുന്നു. ഈ തറവാടുമായി ബന്ധം കൂടാൻ തോന്നിയതും വേശ്യയേക്കാൾ തരംതാണ ഒരുവളെ താലി ചാർത്താൻ തോന്നിയതും തെറ്റായത്. സർപ്പസൗന്ദര്യമുള്ള കാമഭ്രാന്തിയാണ് വിനയപ്രഭ എന്നത് അറിയാൻ വൈകിപ്പോയി. ഏയ്, തന്നെ ആരെ തൊട്ടു വിളിക്കുന്നെന്ന് തോന്നിയ അനിരുദ്ധനെ കാണാൻ കഴിഞ്ഞു. യാമിനി മഞ്ഞുരുകും പോലെ. മഞ്ഞിനേക്കാൾ നേർത്തതെന്ന് തോന്നിക്കുന്ന അവളുടെ വസ്ത്രം താഴേക്ക് വീഴുന്നത് അയാൾ കണ്ടു. പരിപൂർണ നഗ്നയാണ് അവളിപ്പോൾ. ആ സൗന്ദര്യത്തിന് മുന്നിൽ അവളൊരു യക്ഷിയാണെന്നത് പോലും അയാൾ മറന്നു. അവൾ അടുത്തേക്ക് വന്നു. അവിടമാകെ പാലപ്പൂവിൻ്റെ ഗന്ധം. കൈനീട്ടി അവൾ അയാളുടെ തോളിൽ തൊട്ടു. അനിരുദ്ധൻ കോരിത്തരിച്ചു. അവൾ അയാൾക്കരികിൽ കിടക്കയിലിരുന്നു. അയാളുടെ കൈയെടുത്ത് തൻ്റെ അടിവയറ്റിൽ വെച്ചു. പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അനിരുദ്ധന്. അയാൾ അവളെ കെട്ടിപ്പുണർന്നു. അവളും അടങ്ങാത്ത ആവേശത്തിലായിരുന്നു. അനിരുദ്ധനെ കിടക്കയിലേക്ക് മറിച്ചിട്ട് ഒരു സർപ്പമായി അവൾ അയാളിലേക്ക് പടർന്നു കയറി. തൻ്റെ മുറിയിൽ കാറ്റിനെ ഭയന്ന് ഭിത്തിയുടെ അരികിലേക്ക് നീങ്ങിയിരിക്കുകയായിരുന്നു വിനയപ്രഭ. പെട്ടെന്നാണ് അവളുടെ മനസ്സിലൊരു തോന്നലുണ്ടായത്. തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ആരോ ഉണ്ട്. അനുനിമിഷം ആ തോന്നലിന് ശക്തി പ്രാപിക്കാൻ തുടങ്ങി. അവൾ എഴുന്നേറ്റു. തറവാടിനെ പറത്തിക്കൊണ്ടുപോകുന്ന ശക്തിയിൽ കാറ്റ് വീശുകയാണ്. വിനയപ്രഭ ഭിത്തിയിൽ തപ്പിത്തടഞ്ഞ് വാതിക്കലെത്തി. കാറ്റ് അവളെ പിന്നോട്ട് തള്ളി മാറ്റാൻ ശ്രമിക്കുന്നത് പോലെ. അത് വകവയ്ക്കാതെ അവൾ മുന്നോട്ടെടുത്തു. അനിരുദ്ധൻ്റെ മുറിയുടെ വാതിക്കൽ എത്തുമ്പോഴേക്കും അവൾ വല്ലാതെ കിതച്ചു തുടങ്ങിയിരിക്കുന്നു. വാതിൽ ചാരിക്കിടക്കുകയായിരുന്നു. അതിനരികിൽ നിന്നും അവൾ കാതോർത്തു. കാറ്റിൻ്റെ മൂളലിനിടയിലും അകത്തു നിന്നും ഇക്കിളിപ്പെടുത്തുന്ന ശബ്ദങ്ങളും കിതപ്പുകളും അവൾ കേട്ടു. ഒരു നിമിഷം കൊണ്ട് വിനയപ്രഭ മറ്റെല്ലാം മറന്നു. അയാൾക്ക് ഇത്രയ്ക്കും ധൈര്യമോ? ഈ തറവാട്ടിൽ വെച്ച് മറ്റൊരു പെണ്ണിനെ? ഒരാവേശത്തോടെ അവൾ വാതിൽ തുറന്നു. അകത്തു കടന്നു. ഇരുളിലൊന്നും വ്യക്തമല്ല. എങ്കിലും കട്ടിലിലെ ചലനം അവൾ അറിഞ്ഞു. വിനയപ്രഭ തപ്പിത്തടഞ്ഞ് മുറിയിലെ ലൈറ്റിൻ്റെ സ്വിച്ച് കണ്ടെത്തി. മുറിയിൽ വെളിച്ചം പരന്നു. കട്ടിലിൽ ഒന്നേ നോക്കിയുള്ളൂ വിനയപ്രഭ. തൻ്റെ ഭർത്താവിനൊപ്പം പൂർണ്ണ നഗ്നയായ ഒരുവള്. എടി! സർവ്വനിയന്ത്രണവും വിട്ട വിനയപ്രഭ അലറിക്കൊണ്ട് അവളുടെ നേരെ പാഞ്ഞു ചെന്നു. യാമിനി!
ഞെടിയിടയിൽ യാമിനിയുടെ നീണ്ട മുടിയിൽ പിടിച്ച് പിന്നോട്ട് മലത്താൻ ശ്രമിച്ചു വിനയപ്രഭ. പക്ഷെ കഴിഞ്ഞില്ല. എടി വിടടി എൻ്റെ ഭർത്താവിനെ. വിനയപ്രഭ അവളുടെ പുറത്തടിച്ചു. പാറപ്പുറത്തടിച്ചെന്ന പോലെ അവളുടെ കൈ വേദനിച്ചു. യാമിനിയാണെങ്കിൽ അതറിഞ്ഞ മട്ടുമില്ല. വിഷമവും കോപവും നിസ്സഹായതയുമായി മാറി മാറി പ്രത്യക്ഷപ്പെടുകയായിരുന്നു വിനയപ്രഭയുടെ മുഖത്ത്. എങ്ങനെയുള്ളവളാണെങ്കിലും തൻ്റെ ഭർത്താവ് ഒന്നിച്ച് മറ്റൊരു സ്ത്രീ കഴിയുന്നത് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ഈ രൂപത്തിൽ കൺമുന്നിൽ കണ്ടാലോ? വെട്ടുകത്തി എടുത്തുകൊണ്ടുവന്ന് ഇവളുടെ കഴുത്ത് വെട്ടിമാറ്റണം. ആ തീരുമാനത്തോടെ മുറിവിട്ട് പുറത്തേക്ക് കുതിക്കാൻ ഭാവിക്കുകയായിരുന്നു വിനയപ്രഭ. എന്നാൽ പെടുന്നനെ അവൾക്ക് മുന്നിൽ വാതിലടഞ്ഞ് ഓടാമ്പൽ വീണു. എത്ര ശ്രമിച്ചിട്ടും അവൾക്കത് തുറക്കാൻ കഴിഞ്ഞില്ല. ഓടാമ്പൽ വാതിലിൽ പറ്റിച്ചേർന്നതുപോലെ. വിനയപ്രഭ തിരിഞ്ഞ് യാമിനിയെ നോക്കി. അപ്പോൾ അവൾ അനിരുദ്ധന മീതെ കമിഴ്ന്നു വീണ് ആ കഴുത്തിലേക്ക് മുഖം ചേർക്കുന്നതാണ് കണ്ടത്. അടുത്ത നിമിഷം അനിരുദ്ധൻ കൈകാലടിച്ച് പിടയാനും യാമിനിയെ തള്ളി മാറ്റാനും ശ്രമിച്ചു. വിനയപ്രഭയുടെ തൊണ്ടയിൽ ഒരലർച്ച കുരുങ്ങി വീണു. ശ്വാസം നിലച്ചു പോകുന്ന അനുഭവമായിരുന്നു വിനയപ്രഭയ്ക്ക്. മുന്നിൽ ക്രൂരമായ ഒരു കൊലപാതകം അരങ്ങേറുകയാണ്. കൈകാലിട്ടടിച്ച് പ്രാണന് വേണ്ടി പിടയുന്നത് തൻ്റെ ഭർത്താവാണ്. അയാൾക്ക് മീതെ കിടന്ന് രക്തമൂറ്റിക്കുടിക്കുകയാണ് യാമിനി എന്ന യക്ഷി. എന്തു ചെയ്യണമെന്ന് അവൾക്ക് യാതൊരു ഊഹവും കിട്ടിയില്ല. പ്രാണൻ്റെ അവസാനമായതുപോലെ അനിരുദ്ധൻ ഒന്നുകൂടി പിടഞ്ഞു. പെട്ടെന്ന് ഉൾപ്രേരണ ഉണ്ടായതുപോലെ മുറിയിൽ കിടന്നിരുന്ന ഒരു കസേര വലിച്ചെടുത്ത് വിനയപ്രഭ യാമിനിയുടെ പുറത്ത് ഒറ്റയടി. കസേര നടുവെ ഒടിഞ്ഞുപോയി. യാമിനിക്ക് ഒരു പൂവ് കൊണ്ട് തഴുകുന്നതായി പോലും അനുഭവപ്പെട്ടില്ല. എങ്കിലും അവൾ അനിരുദ്ധൻ്റെ കഴുത്തിൽ നിന്നും പിടിവിടാതെ തന്നെ കൺകോണുകളിലൂടെ വിനയപ്രഭയൊന്ന് നോക്കി. വിനയപ്രഭ ആലില കണക്കെ വിറച്ചുപോയി. നിമിഷങ്ങൾ. യാമിനി അനിരുദ്ധൻ്റെ ശരീരത്തിൽ നിന്നും എഴുന്നേറ്റ്. അവളുടെ മുഖം മുഴുവൻ ചോരയായിരുന്നു. താടിയിലൂടെ മാറിലേക്ക് അപ്പോഴും ചോര ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അനിരുദ്ധൻ്റെ ചലനം നിലച്ചിരുന്നു. യാമിനി വിനയപ്രഭയുടെ നേരെ തിരിഞ്ഞു. നിന്റെ സമയം വരുന്നതേയുള്ളൂ. ഇന്നെനിക്കിത് മതി. അവൾ വിനയപ്രഭയുടെ കഴുത്തിൽ വലതുകൈ നീട്ടിപ്പിടിച്ചു. പിന്നെ ഒരു താറാവിനെ എടുത്തു പൊക്കുന്ന ലാഘവത്തോടെ ഒരേറ്. അമ്മേ എന്നൊരു അലർച്ചയോടെ അവൾ ഭിത്തിയിൽ ചെന്നിടിച്ച് നിലത്ത് വീണു. ആ അലർച്ച കേട്ടാണ് മാധുരിയും ജയലക്ഷ്മിയും ഓടി വന്നത്. മുറിയിൽ അനിരുദ്ധൻ്റെ ജഡവും ബോധമറ്റ് കിടക്കുന്ന വിനയപ്രഭയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് വിവരമറിഞ്ഞ എസ് ഐ റസാക്കും പോലീസുകാരും എത്തി. യാമിനി എന്ന യക്ഷിയാണ് അനിരുദ്ധനെ കൊലപ്പെടുത്തിയതെന്ന് സ്ത്രീകൾ 3 പേരും ആണയിട്ട് പറഞ്ഞെങ്കിലും അത് അപ്പാടെ വിശ്വസിക്കാൻ റസാക്കിനും മറ്റും കഴിഞ്ഞില്ല. ഇനി വിശ്വസിച്ചാൽ തന്നെ കേസ് ഫയലിൽ കൊലപാതക കുറ്റം യക്ഷിയുടെ പറ്റിൽ എഴുതിയിട്ട് ഫയൽ ക്ലോസ് ചെയ്യാൻ കഴിയില്ലല്ലോ. 3 പേരെയും വിശദമായി ചോദ്യം ചെയ്തു. തങ്ങൾ ചെല്ലുമ്പോൾ മുറിയിൽ എന്താണ് കണ്ടതെന്ന് മാധുരിയും ജയലക്ഷ്മിയും പറഞ്ഞു. റസാക്കിൻ്റെ കണ്ണുകൾ കുറുകി. അയാൾ ചിരിച്ചു. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അയാൾ വിനയപ്രഭയൊന്ന് നോക്കി ചിരിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. അപ്പം നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും നമ്മുടെ ചാനലിന് വേണ്ടി ഒരു ലോഗോ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ലോഗോ ചെയ്യാം. ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ലോഗോ നമ്മൾ തിരഞ്ഞെടുക്കും. അവർക്ക് നമ്മുടെ പുസ്തകത്തിൽ ഏതെങ്കിലും മഹർബന്ധനം, മരുഭൂമിയിലെ മേൽവിലാസം, കനൽപെത്ത് ഇതിലേതെങ്കിലും ഒരു പുസ്തകം ഞങ്ങൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ എപ്പിസോഡുകളെല്ലാം 9 മണിക്ക്, രാത്രി 9 മണിക്കാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ഒരധ്യായം അഡ്വാൻസ്ഡായിട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. നമുക്ക് മെമ്പർഷിപ്പ് ഓപ്ഷൻ എന്ന് പറയുന്നൊരു സാധനം വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് മുൻകൂർ 12 മണിക്കൂർ മുന്നേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് വീഡിയോസ് കാണാൻ കഴിയും. അപ്പം എല്ലാവർക്കും ശുഭദിനം. എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കുറച്ച് മുൻപേ കേൾക്കണം, അല്ലെങ്കിൽ ഓരോ എപ്പിസോഡ് ആകാംക്ഷ നിർത്താൻ പറ്റുന്നില്ല, ഒരു എപ്പിസോഡ് മുൻപേ വേണമെന്നുള്ളവർക്ക് മാത്രം കേട്ടോ. എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ ശുഭദിനം.